രാഹുൽ, വയനാട് മെഡിക്കൽ കോളേജിൽ നിന്ന് വലിയ വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ കുറെ പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോയവരെ സഹായിക്കുന്നതിനായി പല ഉപകരണങ്ങളും വയനാട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നു. അതിൽ പലതും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഉപയോഗശൂന്യമായി കൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ദൃശ്യങ്ങൾ കാണുകയാണ്. അപ്പോൾ വയനാട് പുനരധിവാസം അല്ലെങ്കിൽ വയനാട് പ്രളയം ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികളിലെല്ലാം കൃത്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല, കൃത്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതിന്റെ സൂചനയാണോ ഇത്? അങ്ങനെ നമ്മൾ ഒരിക്കലും വിലയിരുത്തുന്നത്. കാരണം ഒരു ദുരന്തം വരുന്ന സാഹചര്യത്തിൽ അവിടേക്ക് നമുക്ക് ആ സാഹചര്യത്തിലേക്ക് വേണ്ടുന്ന അത്യാധുനിക സൗകര്യങ്ങളെല്ലാം എത്തിക്കാൻ സർക്കാരും നാട്ടുകാരും എല്ലാ ജനങ്ങളും ആ സമയത്ത് അവർ സഹായിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന ഒരുപാട് ഉപകരണങ്ങൾ കാണും ആ സമയത്തേക്ക് വരുന്നത്. പിന്നീട് ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമുക്കറിയാം, വയനാട് മെഡിക്കൽ കോളേജിൽ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന തിരക്കായിരിക്കത്തില്ല പിന്നീട് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഓരോ കമ്മിറ്റികൾ ഉണ്ടാവും. ഈ കമ്മിറ്റികൾ അല്ലെങ്കിൽ അവിടെ നോക്കേണ്ട ഉദ്യോഗസ്ഥർ അത് കൃത്യമായിട്ട് നോക്കാത്തതിൻ്റെ അല്ലെങ്കിൽ പണിയെടുക്കാത്തതിൻ്റെ പരിണത ഫലമാണ് ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ കെ മുരളീധരൻ വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സീറ്റ് അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ കിടക്കുന്ന എവിടെയാണ്? രോഗികൾ കിടക്കുന്നത് വരാന്തയിലാണ്. വരാന്തയിൽ ട്രിപ്പ് ഇട്ട് കിടക്കുന്ന രോഗികൾ. ഇപ്പോൾ മുരളീധരൻ ആദ്യമേ പഠിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലായിടത്തും വിഷയങ്ങളില്ല. ഇപ്പോൾ തിരക്ക് കൂടുള്ള വാർഡിലാണെങ്കിൽ വീണ്ടും അവിടേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഈ വാർഡിൽ ഇന്ന രോഗത്തിന് വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ പനിയും മറ്റു കാര്യങ്ങളുമായിട്ട് വരുന്ന ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ എല്ലാം ഒരേ വാർഡിലേക്ക് ഇടുന്ന സാഹചര്യത്തിൽ എന്താണ്? അവിടെ ആളുകളുടെ എണ്ണം കൂടും. അപ്പോൾ മറ്റ് അസുഖങ്ങളുമായിട്ടുള്ള രോഗികളുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സീറ്റുകളെല്ലാം വെറുതെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കിടക്കകൾ അപ്പോൾ സീറ്റ് അറേഞ്ച്മെന്റ് കൃത്യമായിട്ട് ചെയ്തപ്പോൾ അത് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഉദ്യോഗസ്ഥർ നടത്തേണ്ട കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇവരാണ് ഓരോ ആളുകളെയും കൃത്യമായിട്ട് നിയമിക്കേണ്ടതും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നശിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതും. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ജോലി ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഉപകരണങ്ങളെല്ലാം അവിടെ വലിച്ചു വാരി കിടക്കുന്ന അല്ലെങ്കിൽ മൂടിക്കെട്ടി വെച്ചേക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഉറപ്പായിട്ടും കൂടുതൽ ഉപകരണങ്ങൾ ആ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവും. ഇപ്പോൾ വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടേക്ക് വലിയ രീതിയിലുള്ള ഉപകരണങ്ങൾ കൊണ്ടെത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. ഇതിൽ കൃത്യമായ ഓഡിറ്റ് നടക്കണം. എത്ര ഉപകരണങ്ങളാണ് എത്തിയിട്ടുള്ളത്? ഇതിനെല്ലാം കണക്കുകൾ ഉണ്ടാകണം. അതാണ് അതിന്റെ ഒരു ശരിയായ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉപകരണങ്ങൾ എത്രണ്ണം വന്നിട്ടുണ്ട്, എത്രണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കാത്തവ എത്രയാണ്, അതിന് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങളാണോ ഉള്ളത്, അതോ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞ് പുറത്തേക്ക് പോയത് സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധന നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ദുരന്തങ്ങളെ അതിജീവിച്ചൊരു സർക്കാർ കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ഇനി ഈ പറഞ്ഞ ചുരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായത് ഞങ്ങളുടെ ഭരണകാലത്തല്ല എന്ന് പറയുമെന്നൊന്നും അറിയില്ല. എന്തിനായാലും അപ്പോഴുണ്ടായിരുന്ന, ഇപ്പൊ ജയിക്കിന്റെ ഭാഷയിൽ പറഞ്ഞ ദ ബെസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഇതിന് എന്തായാലും ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ സമയത്തിന് കീഴിൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയായി 1 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഒന്നുമല്ല. ഇടതുപക്ഷം പറയാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പൊ ആരാണ് ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്തുകൊണ്ട് 1 മാസക്കാലമായിട്ട് ഇത് ഇങ്ങനെ പൂട്ടിക്കെട്ടി കിടക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി എന്തായിരുന്നു പറഞ്ഞത്? സിസ്റ്റത്തിന്റെ പാളിച്ചയാണ് സാർ, സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണ്. ഈ സിസ്റ്റം ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ് കൃത്യമായിട്ട് ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം പാലക്കാടിന്റെ MP കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടണമെന്ന്. സ്വാഭാവികമായിട്ടും ചുരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ സഹായങ്ങൾ പിന്നീട് വന്നിട്ടുള്ള മിഷനറി ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നം എന്തായിരുന്നു? ഹാരിസ് ഡോക്ടർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്? അവിടെ ഉപകരണങ്ങളില്ല, പല ഉപകരണങ്ങളും നശിച്ച് അതിന്റെ കാലാവധി കഴിഞ്ഞു, അത് മാറ്റണം. ഇപ്പോൾ ഉപകരണങ്ങളില്ലാത്ത പല ആശുപത്രികളും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഉപകരണങ്ങൾ കൂടുതൽ ഉണ്ടായതുകൊണ്ട് കെട്ടിപ്പൂട്ടി വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇത് എവിടെ കൊണ്ടു കളയുമെന്ന് ഇവർക്കറിയില്ലല്ലോ. തീർച്ചയായിട്ടും ഈ ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരം ആണെങ്കിൽ പോലും ഏതൊരു ജില്ലയിലെയും സർക്കാർ ആശുപത്രികളിലെല്ലാം കൃത്യമായ പരിശോധന നടക്കണം. എന്തൊക്കെ ഉപകരണങ്ങളാണ് പാഴായി പോകുന്നതും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. ഈ കണക്കുകൾ ഉണ്ടാകണം. ഇപ്പോ സർക്കാർ ആശുപത്രിയിൽ കയറി അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നല്ല,
അവിടെയുള്ള സിറിഞ്ച് വീട്ടിൽ കൊണ്ടുപോവുക, ഗ്ലൗസ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുക, ഈ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പരക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കാതിരിക്കുക. അപ്പോൾ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ വെറുതെ വീട്ടിൽ കൊണ്ടുപോയി മറ്റേ വേസ്റ്റ് വരുമ്പോൾ കയ്യിലിടാനുള്ള ഗ്ലൗസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതെല്ലാം തടയപ്പെടണം. എത്ര സാധനം, അതൊരു മുട്ടുസൂചിയാണെങ്കിൽ പോലും ടാക്സ് മണി എടുത്ത് ചെയ്യുന്നുണ്ടോ അതിന്റെ കൃത്യമായ ഓഡിറ്റിംഗ് നടക്കണം. എന്തൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ പാഴായി പോകുന്നു. അല്ലെ, ഇത് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ ആ ഒരു ആശുപത്രിയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉപകരണങ്ങൾ കൂടുതലാണ്. ആ ജില്ലയിൽ തന്നെ എത്ര ആശുപത്രികൾ ഉപകരണങ്ങളില്ലാത്ത, ഇത്തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ് ഇല്ലാത്ത എത്ര ആശുപത്രികൾ കാണും? നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആശുപത്രികൾ കാണും. ഇത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. ഒരിടത്ത് കൂടുതലായിട്ട് കിടക്കും, അത് അനാവശ്യമായിട്ട് നശിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ ഒന്നും കാണില്ല. മരുന്ന് പോലും ഇല്ലാത്ത ആശുപത്രികൾ എത്രയോ ആശുപത്രികളുണ്ട്. എക്യുപ്മെന്റ്സ് ഇല്ല, ഡോക്ടറെ നോക്കാൻ പോലും അല്ലെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ പോലും പറ്റുന്ന സാധനങ്ങളില്ലാത്ത ആശുപത്രികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആശുപത്രികളും ഓഡിറ്റ് നടക്കണം. ഏതൊക്കെ എക്യുപ്മെന്റ് ആണ് ഓരോ ആശുപത്രിക്കും വേണ്ടത്, നിലവിൽ എന്തൊക്കെ വേണം, നിലവിൽ എന്തൊക്കെയാണ് ഇല്ലാത്തത്, എത്ര മെഷീനുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, ഇനി എത്ര മെഷീനുകൾ വെച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും, ഇതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെട്ട് അടുത്ത ഇപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. ബഡ്ജറ്റ് അല്ലാതെ അനുവദിക്കാൻ കഴിയുന്ന ആരോഗ്യ മേഖലയിൽ അനുവദിച്ചിട്ടുള്ള മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ച് എങ്ങനെ ഈ എക്യുപ്മെന്റ്സ് ഓരോ ജില്ലയിലേക്കും കൊണ്ടുവരാൻ കഴിയും, ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ച് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കറിയാം, മുരളീധരൻ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ഇത്തരത്തിലുള്ള ഓഡിറ്റുകൾ ചെയ്യപ്പെട്ട് കൃത്യമായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കി മുരളീധരന് ചെയ്യാൻ കഴിയുന്നതാണ്. അദ്ദേഹം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹത്തിന് ചെയ്യാൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഇത് എത്തുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ കൂട്ട് ഇത് ഞങ്ങളുടെ ഒന്നുമല്ല, ഇത് സിസ്റ്റത്തിന്റെ പാളിച്ചയാണ് എന്ന് പറയാതെ ഇതിനെതിരെ കൃത്യമായിട്ട് നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ് UDF എന്ന് നമുക്കറിയാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പറഞ്ഞ പഴികളെല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിലാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറണം. ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്കി എല്ലാ വകുപ്പുകളും സസ്റ്റെയിൻ ചെയ്യുന്നത് പോലെ, സർവീസ് നടത്തുന്നത് പോലെ പോസിബിൾ ആയൊരു കാര്യമല്ല ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച്. കാരണം കുറെ ഡാമേജ് റിപ്പയർ നടത്താനുണ്ട്, കുറെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് വളരെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണുള്ളത്. അതിൽ നിന്ന് മേളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന്റെ ആദ്യപടിയായി ശുചീകരണ പ്രവർത്തനങ്ങളും പിന്നെ തറയിൽ കിടത്തി ചികിത്സയില്ല എന്നുള്ള നടപടിയും അങ്ങനെ ഓരോ ഘട്ടത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു KMന്റെ ഏറ്റവും അടുത്ത പ്രയോറിറ്റി എന്ന് പറയുന്നത് ഉപകരണങ്ങളുടെ കണക്കെടുപ്പും, ഇതുപോലുള്ള പുതിയ ഉപകരണങ്ങൾ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ഉപകരണങ്ങളുണ്ടോ. ഇപ്പൊ ഈ പറയുന്നത് പോലെ ചില ആശുപത്രികളിൽ ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാകും, വരുന്ന രോഗികളുടെ എണ്ണം കുറവായിരിക്കും. അത് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ രോഗികൾ വരുന്ന സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ഈ പറഞ്ഞ എന്താ പറയാ, ടെക്നോളജിയിൽ വലിയ വികസനം, ബേസിക് റിക്വയർമെന്റ്സ് എല്ലാം എല്ലാ ആശുപത്രികളിലും ലഭ്യമാക്കുക എന്നുള്ളതുമാണ് ആരോഗ്യ വകുപ്പ് ഇനി ചെയ്യേണ്ടത്.